ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇറാനി പോളയാണ് കേട്ടോ. ഇറാനി പോള എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയുണ്ടാവില്ലേ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഇത് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വിഭവമാണ്. വളരെ ഡെലീഷ്യസും അതുപോലെ വളരെ ഫില്ലിങ്ങുമാണ്. ഉണ്ടാക്കാനും ഈസിയാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഇറാനി പോളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു പിസ്സയുടെ ടേസ്റ്റോട് കൂടി ഒരു അടിപൊളി ഇറാനി പോളയാണ് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ചെറിയൊരു മാരിനേഷൻ ചെയ്തൊരു അരമണിക്കൂർ വെക്കണേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ 150 ഗ്രാം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, അതുപോലെ അര ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീര്, അതുപോലെ അതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഇനി ബാക്കി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ കാണിക്കാം. വേണ്ട മസാലകളാണ് 2 മീഡിയം ടൈപ്പ് സവോള അരിഞ്ഞ് വെച്ചതാണിത്. അത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഒരു 4 പച്ചമുളക്, കുറച്ച് വേപ്പില അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തത്, ഒരു ഇത്തിരി മല്ലിയില അരിഞ്ഞത്. ഇതൊക്കെയാണ് മസാലയ്ക്ക് വേണ്ട. ഇതിന് പിന്നെ വേണ്ട സ്പൈസസ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് ചെയ്യാം നമുക്കിനി. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുക്കിംഗ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാനൊന്നും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഇവിടെ ഇതായി ചിക്കനെല്ലാം ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. കുറച്ച് സോഫ്റ്റായ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കത് തിരിച്ചിടാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വശം ചെറുതായി മൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാം നമുക്ക്. നമ്മളെ ചിക്കൻ ഇവിടെ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് അടുപ്പിൽ നിന്ന്. ഞാൻ ഈ ചിക്കനെല്ലാം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ ഈ ബാക്കിയുള്ള എണ്ണയിലേക്കാണ് നമ്മൾ സവോള വഴറ്റുന്നത്. പക്ഷേ ഈ എണ്ണ ഇത്തിരി കൂടുതലുണ്ട്. ഞാനിത് എണ്ണ കുറച്ച് മാറ്റിയിട്ട് ബാക്കി മാത്രം ഇതിൽ വെച്ചിട്ട് അതിലേക്ക് സവോള ഇടുന്നുള്ളൂ. ഞാൻ ആ എണ്ണ കുറച്ച് മാറ്റിയിട്ട് ബാക്കി കുറച്ച് എണ്ണ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. ഇതിലേക്ക് 2 സവോള, മീഡിയം ടൈപ്പ് സവോളയാണ് അരിഞ്ഞത് ഇടാണ്. ഇതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. നമ്മുടെ സവോള ഇവിടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അരിഞ്ഞ് വെച്ച വേപ്പില, ഒരു 2-3 കതിര് ഇലയേ ഉള്ളൂ കേട്ടോ അത് വേപ്പിലയുടെ. അതുപോലെ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചത്, ഇതൊന്നിട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം നമുക്ക്. നമ്മളിട്ട ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെല്ലാം നല്ല മണം വരുന്നുണ്ട് മൂത്തിട്ട്. ഈ സമയത്ത് നമുക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അതായത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിട്ട് കൊടുക്കുകയാണേ. അതിനൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ ചിക്കൻ്റെ മസാല ഉണ്ട്, ചിക്കൻ മസാല, അതിട്ട് കൊടുക്കുന്നു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ പൊടികളൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഒന്ന് നമ്മൾ പിച്ചിയിട്ട് ഇങ്ങനെ പിച്ചി ചീന്തി വെക്കില്ലേ, ഇങ്ങനെ വെക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മസാല ആവാതെ തന്നെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുകളിലൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാണ്. ഇതാ ഈ സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കണേ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ മസാല റെഡി ആയല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മൈദ. 1 കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് 1 കപ്പ് മൈദ എടുക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്, ഇങ്ങനെ തന്നെ എടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ്, 1/4ൻ്റെ കറക്റ്റ് 1/4 വേണ്ട, അതിലും കുറച്ച് കുറവ് മതി, കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ കറക്റ്റ് 3/4 കപ്പ് എണ്ണ, കുക്കിംഗ് ഓയിൽ, അതും ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോവാതെ സൂക്ഷിക്കണേ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിച്ച് വെച്ച മാവ്, ആ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് സോസ് പാനിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഈ പാത്രത്തിലേക്ക് ആക്കിയതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിതിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ അതുപോലെ ബേസിൽ ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ചൊരു പിസ്സയുടെ മണം കിട്ടും നമുക്കിത് ചേർക്കുമ്പോൾ. പക്ഷേ ഇത് നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ 2 സാധനങ്ങളും ചേർക്കണ്ട, ഒറിഗാനോയും ബേസിൽ ലീവ്സും നമ്മൾ ചേർക്കണ്ട. ഞാൻ പക്ഷേ ഇന്നിതിൽ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. സോസ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ ഞാനിത് വെച്ചേക്കുന്നത്. ഒരു മീഡിയം ലെവലിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിലാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ ബാറ്ററിൻ്റെ കറക്റ്റ് പകുതി ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി ബാറ്റർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ പകുതി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കി നമ്മളുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഒന്ന് 5 മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ടേ. ഇതാ നമുക്ക് തുറന്ന് നോക്കാം. എന്താ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ. അപ്പോൾ ഇത് കറക്റ്റ് അങ്ങനെ വെന്തിട്ടില്ല. അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുതായി അതിൻ്റെ ഉള്ളിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല അത് നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ നമ്മളിതിൽ ഫുൾ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ ഫില്ലിങ് ഇട്ടാലേ ഇത് നമുക്കൊരു ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ നന്നായിട്ട്. അപ്പോൾ ഇതാ ഇതിട്ട് കൊടുത്ത് ഇത് ഫുൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ ഒഴിക്കാം. ഞാനത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ബേസിൽ ലീവ്സും അതുപോലെ ഒറിഗാനോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പിസ്സയുടെ സ്മെല്ല്, ഇതെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്, അത് കാരണം കൊണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഒരു ട്രഡീഷണലായി തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബാസിൽ ലീവ്സും ഒറിഗാനോയുടെ ഇതും ഇട്ട് കൊടുക്കണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം വട്ടത്തിൽ കട്ട് ചെയ്തത്, അതൊരു ഭംഗിക്ക് വേണ്ടി നിങ്ങളിൽ റെഡോ യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാലും നല്ലതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്.
അതിൻ്റെ മുകളിലും കുറച്ച് ഒറിഗാനോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബേസിൽ ലീവ്സും. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് നേരം വേവിക്കണം. ഇതാ അടച്ച് വെക്കുകയാണ്. 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ ചെറുതായി അത് മുട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 5 മിനിറ്റും കൂടിയും വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതാ ഇപ്പോൾ ഈ സ്ക്യൂറിന് ഒന്നും വന്നിട്ടില്ല, നമ്മളുടെ കണ്ടോ, ഒന്നും ഇതുമ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ കാണുമ്പോൾ മുകളിൽ കുറച്ചിങ്ങനെ വെവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ല, ഉള്ളിലേക്ക് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം നമ്മൾ ഇതിനിപ്പോൾ ഒരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുകളിൽ അങ്ങനെ നിൽക്കുന്നത് പ്രശ്നമാക്കണ്ട. അപ്പോൾ ഞാനിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ് വേറൊരു പാനിലേക്ക്. ഇതാ അപ്പോൾ ഇതിൻ്റെ അരികു സൈഡ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. അതിങ്ങനെ നമ്മളൊന്ന് കമത്തിയിടുമ്പോൾ പെട്ടെന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് ടൈപ്പ് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് വീഴാനായിട്ട് അത് കമത്തുമ്പോൾ. അപ്പോൾ നമുക്കിനി വേറൊരു പാനിലേക്ക് കമത്താം. ഞാനിപ്പോൾ ഇതിലേക്ക് കമഴ്ത്തുകയാണ്. ഇതാ നോക്കൂ, ഇപ്പം നമുക്കങ്ങനെ നല്ല കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഇതിൻ്റെ താഴ്വശം ഒന്ന് നമുക്ക് മൊരിയിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് ഗ്യാസ് അടുപ്പിൽ വെക്കുന്നുണ്ട്. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതൊരു 2 മിനിറ്റ് മതി. 2 മിനിറ്റിൽ ഇത് പായി കിട്ടും. അപ്പോൾ മോൾ വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എനിക്കിവിടെ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ ഇത് ശരിയായിട്ടുണ്ടോ എന്നുള്ളത്. ഇതാ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്കിപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നല്ല പിസ്സയുടെ സ്മെല്ലോട് കൂടിയ ഒരു അടിപൊളി ഇറാനി പോളയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പം നമ്മുടെ പിസ്സയുടെ സ്മെല്ലോട് കൂടി അടിപൊളി ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.